നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.എസിന് എതിരെ പണിത പിണറായി ഇതാ വി.എസിന്റെ അവസ്ഥയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉന്നയിച്ചവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ പിണറായി തീരുമാനിച്ചു. വി.എസിനെതിരെ പണ്ട് പിണറായി പയറ്റിയ തന്ത്രമായിരുന്നു ഇത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന വി.എസിനെ എതിർക്കുക എന്നതായിരുന്നു പിണറായിയുടെ രീതി. ഇപ്പോൾ വി.എസ് ഇല്ല, പകരം എല്ലാവരും പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചിലർക്കാണ് വിവരശേഖരണത്തിന്റെ ചുമതല. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസും ഇക്കാര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതായി മനസ്സിലാകുന്നു. എതിരാളികളെ ഇല്ലാതെയാക്കുന്ന പിണറായി വിജയൻ രീതികളുടെ ഭാഗമാണ് ഇതെന്ന് കരുതുന്നവരുമുണ്ട്. സ്പീക്കർ എ.എൻ. ഷംസീറിന് തലസ്ഥാനത്തെ ചില ബിസിനസ്സുകാരുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേരാത്തതെന്ന വിമർശനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നതിന് പിന്നാലെയാണ് പിണറായിക്ക് എതിരെയും ആരോപണങ്ങൾ ഉയർന്നത്. അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടക്കുന്ന ആളുമായിട്ടാണ് ഷംസീറിന് ബന്ധം. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഇയാൾ പാർട്ടി പത്രം പോലും എടുക്കാൻ സന്നദ്ധനല്ല. സ്പീക്കർ നിരന്തരം ഈ മുതലാളിയുടെ വീട്ടിൽ പോകുന്നത് എന്തിനാണെന്ന ചോദ്യവും ഉയർന്നിരുന്നു. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി രണ്ടും കൽപ്പിച്ചാണ് നീങ്ങുന്നത്. തന്റെ നാളുകൾ എണ്ണപ്പെട്ടതായി മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. അതിനാൽ എതിർക്കുന്നവരെയെല്ലാം നിഷ്പ്രഭമാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ കണ്ടെത്തി പകരം വീട്ടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. എന്നാൽ ഇതിനുള്ള കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം അദ്ദേഹത്തിനില്ല എന്നതാണ് വാസ്തവം. മുഖ്യമന്ത്രിയാണെങ്കിൽ ആരെയും വിശ്വസിക്കാത്ത ഒരാളാണ്. പണ്ടും അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു. സംശയത്തിന്റെ ഒരു കണിക അദ്ദേഹം സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പിണറായിയുടെ രഹസ്യങ്ങളൊന്നും പുറത്താകാതിരുന്നത്. തനിക്കെതിരെ നീങ്ങുന്നവരെ ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നന്നായി നിർവഹിക്കാൻ കഴിയുന്നയാളാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിക്കുന്ന അതിദാരുണമായ സംഭവത്തെക്കുറിച്ച് മനസ്സിലായാൽ വി.എസ് നന്നായി തന്നെ സന്തോഷിച്ചേനെ. വി.എസ് എല്ലാം അറിയുന്നുണ്ട് എന്നും തീർച്ചയായും ഇപ്പോഴത്തെ സംഭവങ്ങൾ അദ്ദേഹത്തിന് സന്തോഷം പകരുമെന്നും വി.എസിന്റെ അഭ്യുദയകാംക്ഷികൾ തന്നെ പറയുന്നു. വി.എസിന്റെ മകൾ വി ആശയുടെ ചിത്രങ്ങൾ ഒറിജിനൽ CPM-കാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം പോലും ക്ലിഫ് ഹൌസിൽ താമസിക്കാത്ത മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ടാഗ് ലൈനിലാണ്. ഇതെല്ലാം പിണറായിയെ പഞ്ഞിക്കിടാൻ വേണ്ടിയാണ്. ഇനി മരിച്ചാലും വി.എസിന് മോക്ഷം ഉണ്ടാകുമെന്ന് വാദിക്കുന്ന മാർക്സിസ്റ്റ് നേതാക്കളുടെ എണ്ണം കൂടി വരികയാണ്. പിണറായി വിജയന്റെ സങ്കടക്കടൽ കണ്ട് അവർ ആർത്തുല്ലസിക്കുന്നു. മുഖ്യമന്ത്രിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരവസ്ഥകളെ അവർ ആവേശത്തോടെ നേരിടുന്നു. അധികാരത്തിലിരിക്കുന്ന മാർക്സിസ്റ്റുകാരും പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരും സന്തോഷം പരസ്യമായി പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ ഒറിജിനൽ മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. വി.എസ് വാർത്തകളിൽ ഇല്ലെങ്കിലും ആരാധകർക്കിടയിൽ വി.എസ് ലൈവാണ്. മകൾ വീണയ്ക്കെതിരെ ആരോപണം വന്നതു മുതലാണ് പിണറായിയുടെ മനസ്സമാധാനം നഷ്ടമായത്. അതുവരെ നിറഞ്ഞു നിന്ന പിണറായി ഇതോടെ നിരാശയായി. പണ്ട് വി.എസിന്റെ മകൻ അരുൺകുമാറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായത് പിണറായി പക്ഷക്കാരിൽ നിന്നാണ്. എക്സാലോജിക് നടത്തിയത് ഗുരുതര ക്രമക്കേടാണ് എന്ന് SFIO അന്വേഷണം നിയമപരമായെന്നും ജസ്റ്റിസ് M. നാഗപ്രസന്ന വിധിയിൽ പറഞ്ഞതോടുകൂടിയാണ് വി.എസ് ആരാധകരുടെ ആനന്ദം ഇരട്ടിയായത്. വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ഏറ്റവും അധികം പ്രചരിച്ചത് CPM-ന്റെ സൈബർ ഇടങ്ങളിലാണ്. ഒരു നേതാവിന്റെ വീഴ്ച ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമോ എന്ന ആശ്ചര്യമാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളത്. ഇപ്പോൾ അത് പൂർണ്ണമായി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് കേസ് ROC SFIOയ്ക്ക് കൈമാറിയത് എന്ന് കോടതി വിലയിരുത്തി. നിലവിൽ കാര്യകാരണങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടത്തിലല്ല SFIO അന്വേഷണമുള്ളത്. അന്വേഷണം തടയേണ്ടതോ വിലക്കേണ്ടതോ ആയ സാഹചര്യം നിലവിലില്ല. അന്വേഷണം റദ്ദാക്കാനായി വീണ വിജയൻ നൽകിയ വാദങ്ങൾ സ്വീകാര്യമല്ല. വസ്തുതകൾ കണ്ടെത്താൻ SFIO അന്വേഷണം ആവശ്യമെന്നും കോടതി പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ സങ്കീർണത വർദ്ധിച്ചുവെന്നും അത്തരം കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായുള്ള യഥാർത്ഥ ഭീഷണിയാണ് എന്നുമുള്ള സുപ്രീംകോടതി വിധി ഉദ്ധരിച്ചാണ് SFIO പോലെ വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ കേസ് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്ന് കോടതി പറയുന്നത്. ഇടപാടുകളുടെ സങ്കീർണതകളും കേസിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങളും നിമിത്തം ഇത്തരം കേസുകൾ അന്വേഷണ ഏജൻസികൾക്ക് വെല്ലുവിളിയാണ്. അതിസങ്കീർണമായ ധാരാളം പ്രക്രിയകൾ ഇത്തരം കേസുകളിൽ വേണ്ടിവരും. സൂക്ഷ്മവും സങ്കീർണവുമായ വിവരങ്ങൾ ചികഞ്ഞെടുക്കാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ സാമർഥ്യമുള്ള SFIO തന്നെ അന്വേഷിക്കേണ്ടി വരും. അന്വേഷണത്തെ സാധൂകരിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന വിധിയിൽ പറയുന്നു. കോടതിയുടെ വാക്കുകൾ പോസ്റ്റർ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന CPM പ്രവർത്തകരുമുണ്ട്. അധികം വൈകാതെ കർണാടക കേരള ഹൈക്കോടതികളിൽ ഉറങ്ങുന്ന വീണ കേസുകൾ പൊടിതട്ടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന വി.എസ് അണികളും ധാരാളമുണ്ട്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള 1.73 കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല SFIO അന്വേഷണ പരിധിയിലുള്ളത് എന്നും CMRൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് ഉൾപ്പെടെ കൈമാറിയ 135 കോടി രൂപയും അന്വേഷണ പരിധിയിലുണ്ട് എന്നും ഉത്തരവിൽ വ്യക്തമാണ്.
നിയമത്തിലെ വാചകങ്ങൾ അടർത്തിയെടുത്ത പുതിയ അന്വേഷണം നിയമവിരുദ്ധവും അതുപോലെ തന്നെ അന്യായവുമാണ് എന്ന് വരുത്താനുള്ള വീണയുടെ അഭിഭാഷകൻ അരവിന്ദ് ദത്തിന്റെ ശ്രമങ്ങളെ ദുർബലമായ വാദമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ജനുവരിയിൽ ഉത്തരവിട്ട അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നും 46 പേജുകളുള്ള വിധിയിൽ നിന്ന് വ്യക്തമാകുന്നു. ഇലക്ഷൻ കാരണം കോൾഡ് സ്റ്റോറേജിലായ കേസ് അധികം വൈകാതെ വീണ്ടും ലൈവാകും. SFIOയുടെ അന്വേഷണം വേണമെന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് എക്സാലോജിക് ഹൈക്കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 12-ന് ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് നാഗപ്രസന്നയാണ് വിധി പറഞ്ഞത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ SFIO കേസിൽ ഇടപെടുന്നതിനെ എക്സാലോജിക് ചോദ്യം ചെയ്തു. അത്ര ഗൌരവമായ കേസല്ല ഇതെന്നും അവർ കോടതിയിൽ വാദിച്ചു. IT കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബാംഗ്ലൂരിലായതിനാലാണ് കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തുന്ന അന്വേഷണം തടയണമെന്ന ഹർജിയുമായി കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെയും കേന്ദ്ര സർക്കാരിനെയും എതിർകക്ഷികളായി ചേർത്തായിരുന്നു എക്സാലോജിക് ഹർജി സമർപ്പിച്ചത്. കേരള ഹൈക്കോടതിയെ വീണയ്ക്ക് ഭയമായിരുന്നു. കരിമണൽ വ്യവസായി ശശീന്ദ്രൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് ലിമിറ്റഡുമായി വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കും നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് SFIOയുടെ അന്വേഷണം. വീണയുടെ കമ്പനിക്ക് CMRL 1.72 കോടി രൂപയുടെ കണക്കിൽ പെടാത്ത പണം നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. 100 തികഞ്ഞ VSനെ പൂർണ്ണമായി അവഗണിക്കാനാണ് CPM നിർദ്ദേശിക്കുന്നത്. ഇതാണ് പ്രവർത്തകരെ ഏറ്റവും ഒടുവിൽ വേദനിപ്പിച്ചത്. മുതിർന്ന നേതാവിന്റെ ജന്മദിനം സംസ്ഥാനാടിസ്ഥാനത്തിൽ ആഘോഷിക്കണമെന്ന പാലക്കാട്ടെ സഖാക്കളുടെ നിർദ്ദേശമാണ് CPM തള്ളിയത്. ഒടുവിൽ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിൽ ഒരു കൂട്ടം സാധാരണക്കാരായ സഖാക്കൾ ജന്മദിനം ലളിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അവിടെയും പാർട്ടി പാരവച്ചു. VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് മുൻ PS സുരേഷിനെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടായിരുന്നു കളി. VSന്റെ സന്തത സഹചാരിയായിരുന്ന A സുരേഷിന്റെ പേര് ഒഴിവാക്കി പുതിയ പോസ്റ്റർ ഇറക്കി. വിഭാഗീയതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വർഷങ്ങളായിട്ടും എന്തിനാണ് ഇത്ര വിരോധമെന്ന് അറിയില്ല എന്ന് സുരേഷ് പ്രതികരിച്ചു. VSന്റെ മകളുടെ ചിത്രം സുരേഷും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. മുണ്ടൂരിലെ CPM അനുഭാവികളുടെ സംഘടനയായ ഈ കളേഴ്സ് ഓഫ് മുണ്ടൂർ VSന്റെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. VSന്റെ PA ആയിരുന്ന A സുരേഷിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും പോസ്റ്ററിൽ പേര് വെക്കുകയും ചെയ്തിരുന്നു. സുരേഷിനെ കൂടാതെ A പ്രഭാകരൻ MLA, CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്, മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് എന്നിവരുടെ പേരും ഉണ്ടായിരുന്നു. വിഭാഗീയതയുടെ പേരിൽ പാർട്ടി പുറത്താക്കിയ സന്തോഷിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. മുണ്ടൂരിലെ സഖാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്ന അവസ്ഥയിലാണ് സുരേഷിനെ ഒഴിവാക്കിയത്. സംസ്ഥാന നേതാക്കളാണ് ജില്ലാ നേതാക്കൾക്ക് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത്. ഇതോടെ സുരേഷിനെ ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം വന്നു. അതേസമയം സംഭവം പാർട്ടിയുടെ അറിവോടെ അല്ല CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്ത് നൽകിയതിന്റെ പേരിൽ വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സുരേഷ് മടങ്ങി വരാൻ CPM സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ്. ഏതായാലും രോഗാവസ്ഥയിലായ VSനെ ഇപ്പോഴും അപമാനിക്കുന്ന പിണറായിക്ക് പണി കിട്ടിയതിൽ സംതൃപ്തരാണ് VSന്റെ സുഹൃത്തുക്കൾ. VSനോട് പിണറായി പുലർത്തുന്ന ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ലാവ്ലിൻ കേസിൽ തനിക്കെതിരെ കളിച്ചു എന്നാണ് പിണറായിയുടെ ആക്ഷേപം. ഇതൊരു പരിധിവരെ സത്യമാണ്. കാരണം VSന്റെ കാലത്ത് പിണറായി തീർത്തും ദുർബലനായിരുന്നു. പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി പാർട്ടിക്ക് തന്നെ അനഭിമതനായിരുന്നു. തന്റെ തകർച്ചയ്ക്ക് കാരണം VS എന്ന പിണറായി വിശ്വസിക്കുകയും ചെയ്യുന്നു. 100ാം ജന്മദിനം ആഘോഷിച്ച VSനെ കാണാൻ ഗവർണർ വരെ എത്തിയെങ്കിലും പിണറായി ചെന്നില്ല. എന്നാൽ VSന്റെ മകൻ അരുൺകുമാറിന് പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗം ഉറപ്പാക്കാൻ പിണറായി മടിച്ചില്ല. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും VSനോടുള്ള പിണറായിയുടെ വിരോധം മാറിയിട്ടില്ല എന്നതിന് നിരവധി തെളിവുകളുണ്ട്. VSന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിൽ ഓഫീസ് വേണമെന്ന ആവശ്യം 1ാം പിണറായി സർക്കാർ നിരസിച്ചിരുന്നു. VSനെ സെക്രട്ടേറിയറ്റിൽ കയറ്റാൻ പിണറായി തയ്യാറായില്ല എന്ന് ചുരുക്കം. VSനെ മുൻനിർത്തിയാണ് 2016 പിണറായി വോട്ട് പിടിച്ചത്. 2016 VS മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയതാണ്. എന്നാൽ അതുണ്ടായില്ല. 2011 VS അധികാരത്തിൽ വരാനുള്ള സാധ്യത തടഞ്ഞതും പിണറായിയാണ്. അന്ന് പിണറായി പണിഞ്ഞില്ലായിരുന്നുവെങ്കിൽ 2 സീറ്റിന് VS ഭരണം നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്നും പറയുന്നു. ഇതിനെല്ലാമുള്ള ഫലമാണ് പിണറായി അനുഭവിക്കുന്നത് എന്ന് VS പക്ഷം വിശ്വസിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിണറായിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് VS പക്ഷക്കാർ വിശ്വസിക്കുന്നു. ഇനി VS മരിച്ചാലും സാരമില്ലെന്നാണ് ആരാധകർ പറയുന്നത്. പിണറായിയുടെ ഇമേജ് നാളുനാള് ചെല്ലുന്തോറും മോശമായി വരികയാണ്. എല്ലാവരും ഒരേ സ്വരത്തിലാണ് പിണറായിക്കെതിരെ സംസാരിക്കുന്നത്. VSനെ പോലെ ഒരു നേതാവ് ഇല്ലാതെ
ഇല്ലാത്തതാണ് CPM-ന്റെ ഇന്നത്തെ ദുരന്തം. സീതാറാം യെച്ചൂരിൽ ദേശീയ തലത്തിൽ പോലും വേണ്ടത്ര ശക്തിയില്ല. കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയുടെ ദേശീയ നേതാവായി യെച്ചൂരി ചുരുങ്ങിയതാണ് അദ്ദേഹത്തിന് ദുരന്തം. സ്വന്തം MP സ്ഥാനം പോലും സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പിണറായി ഇല്ലാതാക്കിയ MP സ്ഥാനം തിരികെ പിടിക്കാൻ പോലും യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള യെച്ചൂരി എങ്ങനെ പിണറായിയെ ശിക്ഷിക്കുമെന്നാണ് ചോദ്യം. കാലം പിണറായിക്ക് നൽകിയ മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന VS പക്ഷത്തിന്റെ അഭിപ്രായവും ശക്തമാണ്.